കൃത്യമായിട്ട് ശബരിമലയിലെ സ്വർണ്ണം കട്ടതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇവരിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ പ്രതി, അതോടൊപ്പം തന്നെ എൻ വാസു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, എ പത്മകുമാർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, മുൻ MLA കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ആ സമയത്തെ ദേവസ്വം മന്ത്രി, ഇവർക്കെല്ലാം പങ്കെടുത്ത ഒരു സ്വയം പ്രഖ്യാപിത കള്ളനാണ്. പക്ഷെ സർക്കാരിലിരിക്കുന്ന ഒരു കള്ളന്മാരായാലും എന്താ ചെയ്യുക? അങ്ങനെ പ്രഖ്യാപിത കള്ളന്മാരായിട്ട് സർക്കാർ തന്നെ മാറി എന്നാ സംഭവിക്കുക? അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ കാര്യം അറിയാം, ജനങ്ങൾക്കിടയിൽ ഈ വിഷയം നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ചായക്കടകളിലായിക്കോട്ടെ, വീടുകളിലായിക്കോട്ടെ, അമ്മമാർക്കിടയിലായിക്കോട്ടെ, ഇത് ചർച്ച തന്നെയാണ്. ശ്രീ ശ്യാംരാജ്, ഇപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ള ആ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമെന്ന് സർക്കാർ കരുതുന്നു, LDF പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. നിഷ, ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അപ്പൊ അതിനുമുമ്പ് ശ്രീ ഹഷ്കർ പറഞ്ഞിട്ടുള്ള കേരളത്തിൽ അദ്ദേഹം ഇടതുപക്ഷം മിറാക്കിൾ സൃഷ്ടിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് വല്ലതും കൂടിയോ? നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ ഇത്രയും കാലം സൃഷ്ടിച്ച മിറാക്കിൾ തന്നെ മതി എന്നാണ് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞത്. ഈ അടുത്തിടയ്ക്ക് ഇവർ ആദ്യം സൃഷ്ടിച്ച മിറാക്കിൾ എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണം ചെമ്പാക്കലായിരുന്നു. എന്ത് മാജിക്ക് കാണിച്ചിട്ടാണെന്നറിയില്ല, എന്തായാലും അത് വലിയൊരു മിറാക്കിളായിരുന്നു. പിന്നെ അടുത്തൊരു മിറാക്കിൾ കാണിച്ചിട്ടത് ചെറ്റക്കുടലുകൾ, സാധാരണ ടാർപോളിൻ വലിച്ചു കെട്ടി താമസിക്കുന്ന വീടുകളിലുള്ള ആളുകളെ പോലും സമ്പന്നരായിട്ട് പ്രഖ്യാപിച്ചിട്ടാണ് ഇവർ അടുത്ത ഒരു മിറാക്കിൾ കേരളത്തിൽ അടുത്തിടയ്ക്ക് നടത്തിയിട്ടുള്ളത്. അതൊന്നും പോരാഞ്ഞിട്ട് കേരം തെങ്ങും കേരള നാട്ടിലെ കേരളത്തിന്റെ എണ്ണയ്ക്ക് 500 രൂപയാക്കി കിലോ, അതായിരുന്നു ഇവരുടെ അടുത്ത മിറാക്കിൾ എന്ന് പറഞ്ഞത്. അങ്ങനെ കേരളത്തിൽ ദയവ് ചെയ്തിട്ട് ഇനി ഇത്തരത്തിലുള്ള മിറാക്കിളുമായിട്ട് വരേണ്ട എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. പിന്നെ ഇവിടെ ഇവർ പറയുന്നതാണ് ദേവസ്വം ബോർഡിൽ ഇരുന്ന ആളുകൾ ആണ് ഈ കൊള്ള നടത്തിയത്. ഈ ദേവസ്വം ബോർഡിൽ ഇരുന്ന ആളുകൾ ആരാ? ദേവസ്വം ബോർഡിൽ ഇരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇവരുടെ ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരല്ലേ? അതും ശരിയാണല്ലോ. എൻ വാസു ആരാ? എൻ വാസു എന്ന് പറയുന്ന ആള് ഇവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നിട്ട് പിന്നീട് പിണറായി വിജയൻ പ്രത്യേക താല്പര്യപ്രകാരം കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളായിരുന്നില്ലേ? ഇനി എ പത്മകുമാർ എന്ന് പറയുന്ന അവരുടെ സംസ്ഥാന സമിതി അംഗമായിരുന്നില്ലേ? അവരുടെ MLA ആയിരുന്നില്ലേ? നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമല്ലേ? അപ്പൊ അദ്ദേഹം CPM-ന്റെ നേതാവല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള നുണ പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ആരെയാണ് പറ്റിക്കാൻ വേണ്ടിട്ട് നോക്കുന്നത്? പോയി ചത്തുടേടാ. ശബരിമലയിൽ സ്വർണ്ണക്കള്ള നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണെന്ന് ഒരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് നിഷ. ഒന്ന്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു സംവിധാനത്തിന് ഒരു ഹോസ്പിറ്റലിലെ പ്യൂൺ മുതൽ അവിടുത്തെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരെ വരെ നിയമിക്കുന്നതിന് കൃത്യമായിട്ട് പാർട്ടിയുടെ ഇടപെടലുകൾ പോലും നടത്തുന്ന പാർട്ടി, ഏതെങ്കിലും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഏതെങ്കിലുമൊക്കെ സർക്കാർ സ്ഥാപനങ്ങളിൽ പിൻവാതിലൂടെ ഇവരുടെ താൽക്കാലിക നിയമനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് വരെ ലവി വാങ്ങിക്കുന്ന പാർട്ടി, ആ പാർട്ടി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാത്രം ഇവരുടെ സീനിയർ ആയിട്ടുള്ള പിണറായി വിജയനെ പോലെയും കടകംപള്ളിയും പോലെയുള്ള ആളുകൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് മാത്രം മണ്ടന്മാരല്ല കേരളത്തിലെ ജനങ്ങളെ ഇത് മനസ്സിലാക്കണം. കോയിന്നുംകുട്ടി, നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? ഒന്ന്, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ, കടകംപള്ളി അടക്കമുള്ള ആളുകൾ അറിഞ്ഞിട്ടുണ്ട്, പിണറായി അടക്കമുള്ള ആളുകൾ അറിഞ്ഞിട്ടുണ്ട്. അവർക്കും കൃത്യമായിട്ട് ഇതിനെ ലവി കിട്ടിയിട്ടുണ്ടെന്ന്. ഈ കൊള്ളയുടെ ഒരു പങ്ക് അവർക്കും കിട്ടിയിട്ടുണ്ട്. നിന്നെയൊന്നും ഒന്നും ചെയ്യില്ല, നീ ഒന്നും നന്നാവരുത്, വഷളായി തന്നെ വളരണം, അപ്പൊ പിന്നെ ആരെയും തല്ലിക്കൊന്നോളും. അതല്ലാതെ ഇതിനെ എത്ര മൂടി വെച്ചാലും എത്രയധികം ഇല്ലാ കഥകൾ പറഞ്ഞാലും അതൊന്നും ഇല്ലാതാവുകയില്ല. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളും CPM-ന്റെ പ്രതിനിധികളും ആവർത്തിച്ച് കേരളത്തിലെ മാധ്യമങ്ങളിൽ നാളിതുവരെയായിട്ടും പറയുന്ന ചില കള്ളങ്ങളുണ്ട്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്, ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഹൈക്കോടതി അറിഞ്ഞു പോകേണ്ട, ഈ പാളികൾ കൊണ്ടുപോകേണ്ട വിഷയത്തിൽ താൻ അറിഞ്ഞില്ല എന്ന് ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്നുണ്ടായ പരാതിയും ആ പരാതിയിന്മേലെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണവുമാണ്. കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി, ഇത് RDPക്ക് വലിയ ക്ഷീണമായി പോയി. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? അന്വേഷണ ഉദ്യോഗസ്ഥരോട് സർക്കാരിന്റെ പരിസരത്തെങ്ങും പോകരുതെന്ന് ഹൈക്കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും സർക്കാരിനെ അറിയിക്കുകയോ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സംവിധാനത്തെ അറിയിക്കുകയോ ചെയ്യരുതെന്ന് ഹൈക്കോടതി കൃത്യമായിട്ട് പറയുമ്പോൾ പണി വരുന്നുണ്ടവറാച്ച. അപ്പൊ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ഇവർ കള്ളം തന്നെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും LDF-ഉം കള്ളം തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ. എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ചു പറ. ഒന്ന്, ഇവർ പറഞ്ഞിട്ടല്ല, ഇവർ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചു. ഒന്ന്, ആ സ്പെഷ്യൽ കമ്മീഷൻ അദ്ദേഹത്തിന് പരാതി കൊടുത്തില്ലെങ്കിൽ, ഹൈക്കോടതി ഇടപെടൽ നടത്തിയിരുന്നില്ലെങ്കിൽ ഇവർ ഈ കള്ള ഇന്നും കൊള്ള ഇന്നും അനുസ്യൂതം തുടരുമായിരുന്നു.
കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താല് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് കേരളത്തിൽ ശബരിമല മാത്രമല്ല, തൃപ്പൂണിത്തുറ ക്ഷേത്രത്തില് മറ്റനവധി ക്ഷേത്രങ്ങളിൽ ഇത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കേരളത്തിലെ മുഴുവൻ ക്ഷേത്ര കൊള്ള നടത്തുന്ന, ആ ക്ഷേത്ര കൊള്ള മൊത്തം എടുത്തിട്ട് അതിന്റെ ലെവി എടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയാതെയോ അവരുടെ നേതാക്കന്മാർ അറിയാതെയോ ഒന്നും നടക്കില്ല. ഇവിടെ എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. പ്രശ്നത്തിൽ ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധികൾ വന്നിട്ട് ഈ ചർച്ചകളിൽ പറഞ്ഞത് അവിടെ സ്വർണം പൂശിയെന്ന് അറിയുക പോലുമില്ലെന്നാണ്. എന്ന് UB ഗ്രൂപ്പ് ശബരിമലയിൽ സ്വർണം 5 കിലോഗ്രാം കൊടുക്കണമെന്ന് പറയുമ്പോൾ അന്നത്തെ നായനാർ സർക്കാർ പറഞ്ഞ നിങ്ങൾ സ്വർണം തരേണ്ട പണം തന്നാൽ മതി എന്നാണ്. അന്ന് തുടങ്ങിയവർ ഈ കൊള്ള. അപ്പൊ ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാ. അന്ന് പണം തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ അന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ്, ഹൈക്കോടതിയുടെ ഇടപെടലോടെയാണ് അന്ന് ഈ സ്വർണ്ണ ശബരിമലയിൽ സമർപ്പിച്ചത്. അപ്പൊ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അന്നും ഇന്നും എന്നും ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിലനിന്നിട്ടുള്ളത്. നീ എന്നെ കൂടുതൽ ജനങ്ങൾക്ക് ഈ കാര്യം അറിയാം. ജനങ്ങൾക്കിടയിൽ ഈ വിഷയം നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ചായക്കടകളിലായിക്കോട്ടെ, വീടുകളിലായിക്കോട്ടെ, അമ്മമാർക്കിടയിലായിക്കോട്ടെ, ഇത് ചർച്ച തന്നെയാണ്. അപ്പൊ അതിനൊരു തീരുമാനമായി. ഒന്ന് ബണ്ടിച്ചോറ് ഒരു സ്വയം പ്രഖ്യാപിത കള്ളനാണ്. പക്ഷെ സർക്കാരിലിരിക്കുന്ന ഒരു കള്ളന്മാരായാലും എന്താ ചെയ്യാ? അങ്ങനെ പ്രഖ്യാപിത കള്ളന്മാരായിട്ട് സർക്കാർ തന്നെ മാറിയെന്നാ സംഭവിക്കുക. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരു മര്യാദ വേണ്ടേ? ഈ പറയുന്ന ഏതോ ഒരു പോറ്റിയും ഏതോ ഒരു അവതാരമൊക്കെ ഉണ്ടല്ലോ. ഈ അവതാരം എങ്ങനെ ഇവരുടെ നേതാവായിട്ടുള്ള A. പത്മകുമാറിന്റെ വീട്ടിൽ സ്ഥിര സന്ദർശകനായത് എങ്ങനെയാ? അദ്ദേഹമായിട്ട് ഭൂമിയുടെ പാടുണ്ടായത് എങ്ങനെയാ? അദ്ദേഹമായിട്ട് റിയൽ എസ്റ്റേറ്റ് ബന്ധം ഉണ്ടായത് എങ്ങനെയാ? അദ്ദേഹമായിട്ട് സാമ്പത്തിക ഇടപാടുണ്ടായത് എങ്ങനെയാ? അപ്പൊ ഇതിനൊക്കെ ഇവർ ഒരു വശത്ത് ഇവർ അവതാരം എന്നൊക്കെ പറയും, എവിടെ നിന്ന് വന്ന പോറ്റി എന്നൊക്കെ പറയും, മറുവശത്ത് ഇവർ പിൻവാതിൽ കൂടി ഇവരുടെ വീടുകളിൽ വിളിച്ച് കയറ്റാന്നേ. ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാൻ. ഈ കടകംപള്ളി പറഞ്ഞൊരു ജാമ്യം കൂടി ഞാൻ പറയാം. അതിനൊരു ന്യായം വേണ്ടേ? ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഒരു പാർട്ടി കേരളം ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തന്നെ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഫയലുകൾ അദ്ദേഹത്തിന് മുമ്പിൽ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ പരം നുണയെന്താ ഉള്ളത്? ഇറ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തോട് രാജിവെച്ച് പോകാൻ വേണ്ടി പറയണമെന്നേ. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു മന്ത്രി സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഫയലുകൾ സ്വന്തം മുമ്പിൽ വരുന്നില്ല എന്ന് കേരളത്തിലെ ഒരു മന്ത്രി പറയണം? അദ്ദേഹത്തിന്റെ ദയനീയ അവസ്ഥ എന്ന് മുൻ മന്ത്രി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ദയനീയ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു ഇവരൊന്നും അറിയാതെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവതാരം മാത്രം വിചാരിച്ചുകൊണ്ട്, അയാൾക്ക് ഇവരുമായിട്ടെല്ലാം ബന്ധമുണ്ട്, അതൊരു കാര്യം, അയാൾ മാത്രം വിചാരിച്ചിട്ട് അവിടെയുള്ള പോലീസുകാരും അവിടെയുള്ള ആളുകളെല്ലാം മയക്കി കിടത്തിക്കൊണ്ട് അയാൾ 5 കിലോ സ്വർണ്ണവുമായിട്ട് പോയി എന്നൊന്നും പറഞ്ഞ കേരളത്തിന് വിശ്വസിക്കാനെന്ന് ശബരിമലയിലെ സ്വർണം കട്ടതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇവരിപ്പോ പറഞ്ഞിട്ടുള്ള ഈ പ്രതി, അതോടൊപ്പം തന്നെ N. വാസു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, A. പത്മകുമാർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, മുൻ MLA കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ആ സമയത്തെ ദേവസ്വം മന്ത്രി, ഇവർക്കെല്ലാം പങ്കുണ്ട്. ഞങ്ങൾ ഈശ്വര ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അതിനകത്തൊരു കാര്യം കൂടി ഉണ്ട്. ഇവരുടെ ഒന്നും ബോസ് അറിയാതെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം N. വാസുവും A. പത്മകുമാർ ഭയങ്കര വിഷയമായിരുന്നു, തമ്മിത്തല്ലായിരുന്നു. ഇവരെ തമ്മിൽ കൂട്ടിയിണക്കിയതാരാണ്? ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോയതാരാണ്. ഇവരുടെ ഒരു ബോസ് വേണമല്ലോ. ആ ബോസ് എന്ന് പറയുന്നത് പിണറായി വിജയൻ. മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? എത്രണ്ണം കൊടുത്തറാ ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ടുണ്ട്. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?